കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 334. മാലാഖമാർ സഭാജീവിതത്തിൽ. ഇക്കാലമെല്ലാം മാലാഖമാരുടെ രഹസ്യാത്മകവും സുശക്തവുമായ സഹായം സഭാജീവിതത്തിന് മുഴുവൻ പ്രയോജകീഭവിക്കുന്നു. സഭ അവളുടെ ആരാധനാക്രമത്തിൽ ത്രൈശുദ്ധ ദൈവത്തെ ആരാധിക്കുന്ന മാലാഖമാരോട് ചേരുകയാണ്. സഭ മാലാഖമാരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. മൃതസംസ്കാര ശുശ്രൂഷയിൽ മാലാഖമാർ നിന്നെ പറുദീസയിലേക്ക് ആനയിക്കട്ടെ എന്ന പ്രാർത്ഥനയിലും ബൈസൻ്റെയിൻ ആരാധനാക്രമത്തിലെ കെറൂബി ഗീതത്തിലും ഇപ്രകാരമുണ്ട്. ചില മാലാഖമാരുടെ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ കാവൽ മാലാഖമാർ സ്മരണ സഭ പ്രത്യേകം അമിതം കൊണ്ടാടുന്നു. ശൈശവം മുതൽ മരണം വരെ മനുഷ്യർക്ക് മാലാഖമാരുടെ ജാഗ്രതാപൂർവമായ പരിരക്ഷണവും മാധ്യസ്ഥവും ലഭിക്കുന്നു. ഓരോ വിശ്വാസിയുടെയും സമീപത്ത് അവൻ്റെ ജീവിതത്തിന് വഴികാട്ടിയും ഇടയനും എന്നതുപോലെ സംരക്ഷകനായി ഒരു മാലാഖ ഉണ്ട് എന്നത് ആരും നിഷേധിക്കാതിരിക്കട്ടെ. ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന മാലാഖമാരുടെയും മനുഷ്യരുടെയും സൗഭാഗ്യ സഖ്യത്വത്തിൽ ഇവിടെ ഭൂമിയിൽ വെച്ചു തന്നെ വിശ്വാസം വഴി ക്രിസ്തീയ ജീവിതം പങ്കുചേരുന്നു. ദൃശ്യലോകം. ദൈവം തന്നെയാണ് ലോകത്തെ അതിൻ്റെ സർവമഹാത്മ്യത്തോടും വൈവിധ്യത്തോടും ക്രമത്തോടും കൂടെ സൃഷ്ടിച്ചത്. തുടർച്ചയായ 6 ദിവസങ്ങളിലെ ദൈവിക ജോലിയും അതിൻ്റെ പരിസമാപ്തിയിൽ 7-ാം ദിവസത്തെ വിശ്രമവുമായിട്ടാണ് സൃഷ്ടികർമ്മത്തെ വിശുദ്ധ ഗ്രന്ഥം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത്. സൃഷ്ടിയെ സംബന്ധിക്കുന്ന പ്രതിപാദനത്തിൽ നമ്മുടെ രക്ഷയ്ക്കായി ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. സൃഷ്ടിയുടെ ആന്തരിക പ്രകൃതിയും മൂല്യവും എന്തെന്നും ദൈവസ്തുതിക്കായി അഖില സൃഷ്ടിയും എങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അത് നമ്മെ പഠിപ്പിക്കുന്നു. സ്രഷ്ടാവായ ദൈവത്തിൽ നിന്ന് അസ്തിത്വം പ്രാപിക്കാത്തതായി യാതൊന്നും ഇല്ല. ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്താൽ ഉരുവാക്കപ്പെട്ടപ്പോഴാണ് ലോകം ആരംഭിച്ചത്. അസ്തിത്വമുള്ള സർവ്വചരാചരങ്ങളും സർവ്വപ്രകൃതിയും സർവ്വ മനുഷ്യചരിത്രവും ഈ ആദിമ സംഭവത്തിലാണ് വേരുറപ്പിച്ചിരിക്കുന്നത്. ലോക സംസ്ഥാപനത്തിനും സമയത്തിൻ്റെ ആരംഭത്തിനും ഹേതുവായ ഉൽപ്പത്തി തന്നെയാണ് ഈ ആദിമ സംഭവം. ഓരോ സൃഷ്ടിക്കും തനതായ നന്മയും ഗുണപൂർണതയുമുണ്ട്. 6 ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോ സൃഷ്ടിയെക്കുറിച്ചും ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു: അത് നല്ലതാണെന്ന് ദൈവം കണ്ടു. ഭൗതിക പദാർത്ഥത്തിന് സൃഷ്ടിയുടെ പ്രകൃതിയിൽ തന്നെ അതിൻ്റേതായ ഉറപ്പും സത്യവും വൈശിഷ്ട്യവും അതിൻ്റേതായ ക്രമവും നിയമങ്ങളുമുണ്ട്. വ്യത്യസ്ത സൃഷ്ടികളിൽ ഓരോന്നും ദൈവഹിതപ്രകാരം നിശ്ചിത സത്തയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതാകയാൽ അവയിൽ ഓരോന്നും ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൻ്റെയും അനന്ത നന്മയുടെയും ഒരു രശ്മിയെ അതതിൻ്റെ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ സൃഷ്ടാവിനെ അവഹേളിക്കുകയും മനുഷ്യർക്കും അവരുടെ പരിസ്ഥിതിക്കും അപകടകരമായ ഫലങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യുന്ന തരത്തിൽ വസ്തുക്കളെ ക്രമരഹിതമായി ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടി ഓരോ വസ്തുവിൻ്റെയും പ്രത്യേക നന്മയെ മനുഷ്യൻ ആദരിക്കണം. സൃഷ്ടികളുടെ പരസ്പരാശ്രയത്വം ദൈവനിശ്ചിതമാണ്. സൂര്യനും ചന്ദ്രനും കേദാരവൃക്ഷവും ചെറുകുസുമവും കഴുകനും ചെറുകുരുവിയും എണ്ണമറ്റ ഇവയുടെ വൈവിധ്യത്തിൻ്റെയും അസമത്വങ്ങളുടെയും ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു സൃഷ്ടിയും സ്വയം പര്യാപ്തമല്ലെന്നാണ്. പരസ്പരാശ്രയത്വമില്ലാതെ മാത്രമാണ് സൃഷ്ടികൾക്ക് നിലനിൽപ്പില്ല. പരസ്പരമുള്ള സഹായത്തിലൂടെ അവ പൂർണ്ണതയിലെത്തുന്നു. പ്രപഞ്ച സൗന്ദര്യം. സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ക്രമവും സമന്വയവും ഉത്ഭവിക്കുന്നത് ചരാചരങ്ങളുടെ വൈവിധ്യത്തിൽ നിന്നും അവയ്ക്കിടയിലുള്ള ബന്ധങ്ങളിൽ നിന്നുമാണ്. മനുഷ്യൻ അവയെ ക്രമാനുഗതമായി പ്രകൃതി നിയമങ്ങളായിട്ട് മനസ്സിലാക്കുന്നു. അവ പണ്ഡിതന്മാരുടെ ആശ്ചര്യവിഷയമാണ്. സൃഷ്ടിയുടെ സൗന്ദര്യം സൃഷ്ടാവിൻ്റെ അനന്ത സൗന്ദര്യത്തിൻ്റെ പ്രതിഫലനമാണ്. സൃഷ്ടാവിനോടുള്ള ആദരവും വിധേയത്വവും മനുഷ്യൻ്റെ ബുദ്ധിയിലും മനസ്സിലും ഉദ്ദീപിപ്പിക്കുവാൻ അത് പ്രേരകമാകണം. സൃഷ്ടികളുടെ പ്രാധാന്യാധിഷ്ഠിത ശ്രേണി ഗുണപൂർണത കുറഞ്ഞവയിൽ നിന്ന് കൂടിയവയിലേക്കുള്ള വളർച്ചയായി സൃഷ്ടിയുടെ 6 ദിവസങ്ങളുടെ ക്രമത്തിൽ നിന്ന് വ്യക്തമാണ്. ദൈവം തൻ്റെ സൃഷ്ടികളെയെല്ലാം സ്നേഹിക്കുകയും ഓരോന്നിനെയും ചെറുകുകയെപ്പോലും പരിരക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാലും യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: അനവധി കുരുവികളെക്കാൾ വിലയുള്ളവരല്ലേ നിങ്ങൾ. ദൈവം വീണ്ടും അവിടുന്ന് പറഞ്ഞു: ആടിനേക്കാൾ എത്രയധികം വിലപ്പെട്ടവരാണ് മനുഷ്യൻ. സൃഷ്ടികർമ്മത്തിൻ്റെ മകുടമാണ് മനുഷ്യൻ. മനുഷ്യ സൃഷ്ടിയെ ഇതര സൃഷ്ടവസ്തുക്കളുടെ സൃഷ്ടിയിൽ നിന്ന് വ്യക്തമായി വേർതിരിച്ച് കാണിച്ചുകൊണ്ട് ദൈവനിവേശിത വിവരണം ഈ സത്യം വിശദമാക്കുന്നു. സർവ്വ സൃഷ്ടികൾക്കും ഒരേ സൃഷ്ടാവുള്ളതിനാലും സർവവും ദൈവമഹത്വം ലക്ഷ്യമാക്കി ക്രമീകരിക്കപ്പെട്ട ആയതിനാലും
എല്ലാ സൃഷ്ടികൾക്കും പരസ്പരാഭിമുഖ്യമുണ്ട്. എൻ്റെ കർത്താവെ, അങ്ങയുടെ സർവ്വ സൃഷ്ടികളിലും പ്രത്യേകിച്ച് പകൽ സമയം ഞങ്ങൾക്ക് വെളിച്ചം തരുന്ന സഹോദരൻ സൂര്യനെ പ്രതി അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. മഹോന്നത, സുന്ദരനും മഹാശോഭ ചൊരിയുന്നവനുമായ സൂര്യൻ അങ്ങയുടെ തന്നെ പ്രതിബിംബമാണ്. എൻ്റെ നാഥ, അത്യധികം പ്രയോജനപ്രദവും വിനീതയും വിലപ്പെട്ടവളും നിർമ്മലയുമായ സഹോദരി ജലത്തെ പ്രതി അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളെ സംരക്ഷിക്കുകയും തീറ്റിപ്പോറ്റുകയും വിവിധ ഫലവർഗ്ഗങ്ങളെയും വർണ്ണപ്പകിട്ടാർന്ന പൂക്കളെയും പുൽച്ചെടികളെയും പുറപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരിയായ മാതൃഭൂമിയെ പ്രതി എൻ്റെ കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുവിൻ. സവിനയം അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുവിൻ.